C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. വരാൻ വൈകിപ്പോയെങ്കിലും വളരെ സന്തോഷം നിറഞ്ഞൊരു വാർത്ത പറയാനാണ് ഞാൻ വന്നത്. പറയാനോ? എന്തിന്? ഞാനെല്ലാം അറിയുന്നുണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയുടെ സന്തോഷത്തിന്റെ ഒരു 100 ഇരട്ടി സന്തോഷം ഞാനിപ്പോ അനുഭവിക്കുന്നുണ്ട്. സന്തോഷത്തേക്കാൾ കൂടുതലായുള്ളത് നന്ദിയാണ്. രവിക്ക് ഒരു അച്ഛനാകാനുള്ള ഭാഗ്യം കൊടുത്തത് എന്റെ തന്നെ പ്രതിരൂപമായ ശ്രീലക്ഷ്മിയാണ്. അമ്മയാകാനുള്ള ഭാഗ്യം ശ്രീലക്ഷ്മി വഴി എനിക്ക്. അതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് മാത്രം എനിക്കറിയില്ല. ശ്രീലക്ഷ്മി തെറ്റിദ്ധരിക്കണ്ട. മനസ്സുകൊണ്ട് മാത്രമേ എനിക്ക് അമ്മയാകാൻ പറ്റൂ. ശരീരം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ശ്രീലക്ഷ്മി തന്നെയാണ് രവിയുടെ കുഞ്ഞിന്റെ അമ്മ. ഇല്ല, എനിക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. രാജനന്ദിനി കാരണം എനിക്ക് കിട്ടിയ ജീവിതത്തിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത്. ഇതറിഞ്ഞ ഉടൻ ആദ്യം ഞാൻ ഇവിടേക്കാ വരേണ്ടിയിരുന്നത്. പക്ഷെ അതിന് കഴിഞ്ഞില്ല. ഞാൻ ശ്രീലക്ഷ്മിയെ കാത്തിരിക്കുകയായിരുന്നു. എന്റെ സന്തോഷം ഈ 4 ചുവരുകൾക്കുള്ളിലല്ലേ, ആരോടും പങ്കുവയ്ക്കാനാവാതെ. പ്രസവിക്കുന്നത് ഞാനാണെങ്കിലും രാജനന്ദിനിക്ക് കൂടി അവകാശപ്പെട്ടതായത്. ആപത്തൊന്നും സംഭവിച്ചില്ലെങ്കിൽ വർമ്മൻ കുടുംബത്തിന്റെ അടുത്ത അവകാശിയാണെന്ന് ഗായത്രി അമ്മ പറഞ്ഞത്. എന്താ എന്തു പറ്റി? എല്ലാ സന്തോഷങ്ങൾക്ക് പിന്നിലും ഒരു ദുഃഖം മറിഞ്ഞിരിപ്പുണ്ടാവും ശ്രീലക്ഷ്മി. ഇനി മുതൽ നീ കൂടുതൽ സൂക്ഷിക്കണം. കാരണം ഇനിയിപ്പോ ഒന്നിനു പകരം 2 ജീവനുകളാണ് ശത്രുക്കൾക്ക് ഇല്ലാതാക്കേണ്ടത്. ഇനി ശത്രുക്കളുടെ പദ്ധതികൾക്ക് വേഗത കൂടും. അവർ അപ്രതീക്ഷിതമായി ആക്രമിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഈ സന്തോഷകരമായ ദിവസങ്ങൾക്കിടയിൽ നീ ഏറ്റെടുത്ത ദൗത്യം മറക്കരുത്. നീയും രവിയും കുഞ്ഞും സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ആ ദൗത്യം നിറവേറ്റിയേ മതിയാകും. അതിനി അധിക സമയമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അവർ വരും ഉടനെ നിന്നെ തേടി. കാഹളം മുഴങ്ങുന്ന ശബ്ദം എന്റെ കാതുകളിലേക്ക് ഇരച്ചു കയറുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.